ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ചക്ക വരട്ടിയെടുക്കുക നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് കുരുവെല്ലാം കളഞ്ഞിട്ട് നോക്കുമ്പോൾ 1.5 കിലോ ചക്കയുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 വിസിലടിച്ചിട്ട് ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കാം. ചക്ക വേവുന്ന നേരം കൊണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരയുടെ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണ് വരട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. ചക്ക നന്നായി ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര നീര് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ചക്ക വരട്ടിക്ക് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാളികേരപ്പാൽ ചേർക്കുന്നുണ്ട്. ഒരു നാളികേരത്തിൻ്റെ പകുതിയൊക്കെ മതിയാവും. അത് ചിരവിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് അരിച്ചെടുത്ത പാലാണിത്. ഇത് ഏകദേശം ഒരു 300 ml പാലുണ്ടാവും. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് വരട്ടിയെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതിയാവും. ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ചക്കയിലുള്ള വെള്ളം എല്ലാം പോകുന്നത് വരെയും ഇത് നന്നായി ഇളക്കി കൊടുത്ത് വരട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ നാളികേരം പാൽ ചേർത്തിരിക്കുന്ന കാരണം സാധാ ചക്ക വരട്ടിയിരിക്കുന്ന അത്രയും ഇതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാൾ എടുത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളികേരം പാൽ ഒഴിവാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ കഴിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ നാളികേരം പാൽ ചേർത്തിട്ടുണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പോൾ ചക്കയിലെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതൊന്ന് വരട്ടിക്കൊണ്ട് ഇരിക്കാം. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ വരട്ടാൻ കുറച്ചൊരു സുഖം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ചുക്കും 5 ഏലക്കായും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതും കൂടി ചേർത്ത് വീണ്ടും കുറച്ചും കൂടി ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി വരട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന ഈ സ്റ്റേജ് എത്തുമ്പോഴാണ് ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുക. ഇനി നമുക്കൊരു തണുത്തതിന് ശേഷം പാത്രത്തിലൊക്കെ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.